കലാകാമുദിയുടെ മുഖാമുഖം പരിപാടിയിലേക്ക് താമസിച്ചത്. അപ്പോൾ നമ്മുടെ ഈ ഋഷിരാജ് സിംഗ് എന്ന പേര് കൊച്ചു കുട്ടികൾക്ക് പോലും ഋഷിരാജ് സിംഗ് എന്ന പേര് കേൾക്കുമ്പോൾ ആ കുംഭം മിശ എന്നുള്ള ഒരു ഇതുണ്ട്. യഥാർത്ഥത്തിൽ ആരാണ് ഋഷിരാജ് സിംഗ്? നമ്മൾ ഒരു കേരള സർക്കാരും പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രവർത്തിക്കുന്ന ഒരു ഓഫീസറുമായിട്ട് മാത്രമേ ഞാൻ എന്നോട് കാണുന്നേ ഉള്ളൂ. അപ്പോൾ ഈ മീശ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ പ്രത്യേകത ഉണ്ടായേക്കാം. പക്ഷെ മീശ ഇവിടെ ഇതൊരു പുതിയ കാര്യമൊന്നുമില്ല. പല സംസ്ഥാനങ്ങളിലെ തമിഴ്നാട്, കേരള, രാജസ്ഥാനിലൊക്കെ മീശ വയ്ക്കാനുള്ള ഒരു പ്രവൃത്തി എല്ലാ ഈ ഓഫീസർമാർക്കും ഉണ്ട്. അപ്പോൾ ഇതൊരു ഞാനത് വെച്ചു, അതല്ല അതിൻ്റെ പ്രത്യേകത. ഞാൻ വിചാരിക്കുന്നു മറ്റേ ആളുകൾ വെക്കുന്നില്ല, അതാണ് അതിൻ്റെ ആ ഒരു പ്രത്യേകത. ഉണ്ടെങ്കിൽ മീശ വെക്കണം, പറ്റിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇറ്റ് ഈസ് ഓൾ ഇൻഡിവിജ്വൽ ചോയ്സ്. അപ്പോൾ പക്ഷെ നമ്മൾ കാണുന്നത് നമ്മുടെ ഒരു ഉദ്യോഗസ്ഥരായിട്ട് മാത്രമാണ്. നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ ജോലിയുടെ നേച്ചർ അങ്ങനെയാണല്ലോ. നമ്മളൊരു ഓഫീസറായിട്ട് ഇരിക്കുമ്പോൾ ആളുകൾ വേറെ ഓഫീസറായിട്ടേ കാണുകയുള്ളൂ. അതിൻ്റെ ഇൻഡിവിജ്വൽ അതിൻ്റെ ഒരു വ്യക്തിപരമായ കാര്യം ഒരാൾക്ക് വേണ്ടി അങ്ങനെ ഒന്നുമില്ല. വി ആർ ഓൾ ദ ടൈം 24 hours വി ആർ സീൻ ബൈ പബ്ലിക് ആസ് ഓഫീസേഴ്സ് ഓൺലി. ഓഫീസർ ആരാണ് ഒരു ഋഷിരാജ് സിംഗ് എന്നുള്ള പേഴ്സൺ ഇത് അറിയാനൊരു ആൾക്കാർക്ക് എപ്പോഴും IPS ഓഫീസർ എന്ന് മാത്രമാണ് അറിയുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് പച്ചയായ ഒരു ഋഷിരാജ് സിംഗ് എന്ന് പറയാം? നമ്മുടെ ഒരു ജോലിൻ്റെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതിന് ഇപ്പം 35 വർഷമൊക്കെ ആയല്ലോ. അപ്പോൾ ഒരു സ്ഥലത്തിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട്, യുവർ പോപ്പുലാരിറ്റി ഓർ യുവർ വേ ഓഫ് വർക്കിംഗ് വിൽ റീച്ച് earlier than you. അതായത് നമ്മൾ ആദ്യമായിട്ട് സർവീസിൽ വന്ന ശേഷം ജോലി എങ്ങനെ ചെയ്തു, ആ ജോലി ചെയ്യാനുള്ള ആ അർപ്പണ ബോധം അത് പിന്നെ ആളുകൾക്ക് മനസ്സിലുണ്ടായിരിക്കും. അപ്പം നമ്മൾ എവിടെ പോയാലും ആളുകൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കൊണ്ട് പ്രതീക്ഷിക്കും. അത് പോലീസ് ഓഫീസറായിട്ട് ആണെങ്കിൽ, സൂപ്രിൻറ്റൻഡൻ്റ് ഓഫ് പോലീസ് ആണെങ്കിൽ, കമ്മീഷണർ ഓഫ് പോലീസ് ആണെങ്കിൽ, പണ്ട് ASP ആയിരുന്നു, അങ്ങനെയാണെങ്കിൽ അതിനുശേഷം പല ജോലികളും നമ്മൾ ചെയ്തല്ലോ. എക്സൈസിൽ, ട്രാൻസ്പോർട്ടിൽ, KSEB, ഇപ്പോൾ ജയിലിൽ. അപ്പോൾ ആളുകൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവും, ഇനി ഇയാൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യുമെന്ന്. ജോലി എല്ലാ സ്ഥലത്തിലുമുണ്ട്. ജോലിയില്ലാത്ത എന്തെങ്കിലും ഒരു പോസ്റ്റ് ഉണ്ടാവുമോ? ഇല്ലല്ലോ. പിന്നെ IPS IASൻ്റെ പ്രത്യേകത അവിടെ എന്തെങ്കിലും അവരെ വെക്കുകയാണെങ്കിൽ അവിടെ ഒത്തിരി ജോലി ഉണ്ടെന്ന്, അതുകൊണ്ടാണ് അവർ വെക്കുന്നത്. അത് നമ്മൾ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ അതിന് തീർച്ചയായിട്ടും നല്ല റിസൾട്ട്സ് ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ നമ്മൾ നല്ല റിസൾട്ട്സ് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമം കൊണ്ട് എടുത്താൽ നാട്ടുകാർക്കും ലാഭമുണ്ടാവും, സമൂഹത്തിനും ലാഭമുണ്ടാവും, ഡിപ്പാർട്ട്മെൻറ്റിനും ലാഭമുണ്ടാവും. ആ രീതിയിലാണ് ഇതുവരെയുള്ള ഏകദേശം 35 വർഷത്തിലുള്ള ജോലി ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത്. ഡെപ്യൂട്ടേഷനിലാണെങ്കിലും SPG, പ്രൈം മിനിസ്റ്റർ സെക്യൂരിറ്റി ആയാലും, CBI ആയാലും, നമ്മൾ കൊണ്ട് എന്തെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് പ്രയോജനം ഉണ്ടായിരിക്കണം. വെറുതെ അവിടെ ഇരിക്കുക, കൊടുത്ത ജോലി ചെയ്യുക, തന്നെത്താൻ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാതെ ഇരിക്കുക, അങ്ങനെ ആ രീതിയിൽ നമ്മൾ ജോലി ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരിക്കണം. എത്ര ആളുണ്ട് ഇന്ത്യ രാജ്യത്തിൽ? 130 കോടി ജനങ്ങളിൽ ആകെ 5000 IPSകാരുണ്ട്, 5000 IASകാരുണ്ട്. There are only 10,000 officers. 10,000 ഓഫീസർ എന്ന് പറയുന്നതിന് എനിക്ക് തോന്നുന്നത് ഒരാൾ ചിലപ്പോൾ 50,000 ആളുകൾക്ക് വേണ്ടിയായിരിക്കും ഒരാൾ മാത്രം ഉണ്ടാവുക. ഇഫ് യു തിങ്ക് ദാറ്റ് വേ. അപ്പോൾ
അത്രയും ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലത്തിൽ നമ്മൾ എത്തിയിട്ടും നമ്മളൊരു തന്നെത്താൻ കുറച്ച് ഇൻട്രസ്റ്റ് എടുത്തിട്ട് ജോലി ചെയ്തില്ലെങ്കിൽ അപ്പം നമ്മളതോ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും പിന്നെ കേരള സർക്കാരിൻ്റെ നമ്മളോട് കാണിച്ച വിശ്വാസത്തിൽ നമ്മൾ തിരിച്ച് ആ വിശ്വാസമോ ഇല്ലെങ്കിൽ തിരിച്ച് നമ്മൾ എന്തു പറയുക അവരെ നമ്മൾ ബദലായിട്ട് വി ഹാവ് നോട്ട് ഗിവൻ ദം ദെയർ ഡ്യൂ. അങ്ങനെയാണ്. IPS എന്നൊരു കൊച്ചുനാൾ മുതലേ മോഹം ഉണ്ടായിരുന്നു. IPS അങ്ങനെയില്ല. ഇത് സത്യാവസ്ഥ പറഞ്ഞാൽ നമ്മൾ ഒരു MA BA MA ഇല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത ശേഷം ഈ ചോദ്യം എല്ലാ ആളുകൾക്കും ഉണ്ടാവാറുണ്ട്. ആ സമയത്തിൽ ഈ ഇന്നത്തെ പോലുള്ള ഈ പരീക്ഷകൾ +2 കഴിഞ്ഞിട്ട് പരീക്ഷകളും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇപ്പോഴാണ് വന്നത്. ഉണ്ടായിരുന്നു. ഈ ഡോക്ടർമാരുടെ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. PMT ഒക്കെ ഞങ്ങളുടെ നാട്ടിലും ഉണ്ടായിരുന്നു. അത് സയൻസ് സ്റ്റുഡൻസിന് വേണ്ടിയാണ്. ഈ നമ്മുടെ ഈ മറ്റേ സബ്ജക്ട്സ് ഉണ്ടല്ലോ, ഈ ഹ്യൂമാനിറ്റീസ്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, ജിയോഗ്രഫി, ജിയോളജി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ സയൻസ്, അവർക്കൊണ്ട് അങ്ങനെ ജോലിയൊന്നും കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ജോലി കിട്ടും? ഒന്നുമില്ലെങ്കിൽ ലെക്ചറർഷിപ്പ് കിട്ടും ആ സബ്ജക്റ്റിൽ. അതല്ലാതെ വേറെ അവർക്കൊണ്ട് എന്തെങ്കിലും സബ്ജക്റ്റിൽ എന്തെങ്കിലും ഒരു ജോലി അങ്ങനെ ഒന്നും കിട്ടാനുള്ള സാഹചര്യം ഒന്നുമില്ല, ഇനിയുമില്ല. ഇവിടെ കേരളത്തിൽ ഒരാൾ MA ഹിസ്റ്ററി ഫസ്റ്റ് ക്ലാസ് ആയാൽ നമുക്ക് അങ്ങനെ ജോലിയൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ പക്ഷേ അത് ആ ഒരു സബ്ജക്റ്റ് നമ്മൾ നന്നായിട്ട് UPSC പരീക്ഷ, അന്നാണ് നമ്മൾ UPSC പരീക്ഷന് വേണ്ടി ചിന്തിക്കാൻ തുടങ്ങുന്നത്. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് സബ്ജക്റ്റ് പഠിച്ചു. ആ സബ്ജക്റ്റ് നമ്പർ UPSCയിൽ എടുത്തിട്ട് നമ്മളൊരു പരീക്ഷ എഴുതണം. അന്ന് 2 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും നമ്മൾ BAയിൽ പഠിച്ച 2 സബ്ജക്റ്റ് നമ്മൾ എടുത്തു. ഒന്ന് MAയിൽ പഠിച്ചു ഹിസ്റ്ററി, ഒന്ന് BA ഇൻ പൊളിറ്റിക്കൽ സയൻസ് എടുത്തു. അങ്ങനെ ചെയ്തിട്ട് അതല്ലാതെ വേറെ ഒരു മാർഗവും കാണുന്നില്ല. അന്ന് 38 ഇയേഴ്സ് അഗോ 38 വർഷം മുമ്പ് ഈ ഹ്യൂമാനിറ്റീസിൻ്റെ 2 സബ്ജക്റ്റിൻ്റെ UPSCന്ന് എടുക്കുന്നല്ലാതെ അവർക്കൊണ്ട് ഒരു വലിയ അതുകൊണ്ട് ജോലി കിട്ടാനുള്ള ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. എക്സെപ്റ്റ് ഒരു ലെക്ചറർഷിപ്പിൻ്റെ ഒരു പോസ്റ്റിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യണം. അതും നമ്മൾ ട്രൈ ചെയ്തു. RPSCൻ്റെ ഒരു പരീക്ഷ ഞാൻ എഴുതി ഹിസ്റ്ററിക്ക് വേണ്ടി. ഒറ്റ സീറ്റ് ഉണ്ടായിരുന്നേ ഉള്ളൂ മൊത്തം സ്റ്റേറ്റിൽ. അജ്മീറിൽ പോയാണ് ഞങ്ങൾ പരീക്ഷ എഴുതിയത്. അന്ന് ആ പരീക്ഷ എഴുതുമ്പോൾ തന്നെ ഒരു ഏകദേശം 5000 ആളുകളാണ് എഴുതിയത് ഫോർ 1 സീറ്റ്. അതും ഞാൻ നന്നായിട്ട് എഴുതി. എനിക്ക് ചിലപ്പോൾ കിട്ടേണ്ടതായിരുന്നു, പക്ഷേ എന്തോ 1-2% കൊണ്ട് എനിക്ക് അത് ലെക്ചറർഷിപ്പ് കിട്ടിയില്ല. ഇല്ലെങ്കിൽ ഞാൻ ലെക്ചറാണ്. ഓൾറെഡി ഐ വാസ് ലെക്ചറർ ടെമ്പററി ലീവ് വേക്കൻസിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഈ IPSൻ്റെ മോഹമോ ഈ IAS മോഹമോ ആരും പറഞ്ഞാണെങ്കിൽ ഇതൊക്കെ വെറുതെയാണ്. നമ്മളിന്ന് മുമ്പിൽ നമ്മൾ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ അന്നത്തെ കാര്യമാണ് പറയുന്നത്. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ചോദ്യം വന്ന ശേഷമാണ് നാം മിക്കവാറും ഈ പരീക്ഷകൾ UPSC പരീക്ഷയ്ക്ക് വേണ്ടിയൊക്കെ നമ്മൾ അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ആ രീതിയിലാണ് ഞാനും ചിന്തിച്ചത്. സബ്ജക്റ്റ് എടുത്തു, 2 വർഷം ഇതിനെ സംബന്ധിച്ച് പരീക്ഷ തയ്യാറെടുപ്പ് എടുത്ത് ഒരു എക്സാം എഴുതിയതാണ്. അത്രേ ഉള്ളൂ. ഇതിനകത്ത് വലിയ രഹസ്യമൊന്നുമില്ല ഇതിനകത്ത്. മലയാളം ഇവിടെ 7ാമത്തെ ക്ലാസ് 9ാമത്തെ ക്ലാസ് ഇന്ന് 2 ടെസ്റ്റുണ്ട് ഇവിടെ. ആര് വന്നാലും അത് പാസ്സാവണം. അപ്പോൾ മിക്കവാറും ആദ്യത്തെ അറ്റംപ്റ്റിൽ ആളുകൾ പാസ്സാവാറില്ല. പക്ഷെ ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റിൽ 2 ടെസ്റ്റ് പാസ്സായി. ഫസ്റ്റ് ക്ലാസ് കൊണ്ടും ഞാൻ ജയിച്ചു. PSCൻ്റെ അംഗങ്ങൾ എന്നോട് പറഞ്ഞു, യു ഹാവ് പാസ്ഡ് വിത്ത് ഫസ്റ്റ് ക്ലാസ്. അതും നമ്മൾ ഒരു തയ്യാറെടുപ്പ് എടുത്തു, ഒരു ടീച്ചറിൻ്റെ ഏർപ്പാട് ചെയ്തു. നമ്മൾ തുടങ്ങിയ ഈ കൊണ്ടാണ് തുടങ്ങിയത്. ആദ്യത്തെ എഴുതാൻ പഠിച്ചു, പിന്നെ വായിക്കാൻ പഠിച്ചു, പിന്നെ സംസാരമൊക്കെ പിന്നെ നമ്മളത് ജോലി ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് പഠിക്കുമല്ലോ. പക്ഷേ എഴുതാനും വായിക്കാനും അതൊക്കെ സമയം പിടിക്കും. അത് നന്നായിട്ട് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിച്ചില്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല.
ഇപ്പോൾ എനിക്ക് ഫയലുകൾ ഞാൻ മലയാളത്തിൽ ഡിസ്പോസ് ചെയ്യാം, എഴുതാം. പിന്നെ രാവിലെ ന്യൂസ് പേപ്പർ നോക്കും, ബുക്കുകളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. യെസ്. അതിലൊക്കെ നന്നായിട്ട് നമ്മൾ പഠിക്കണം. അത് നമ്മൾ ഇത് പഠിച്ചാൽ നമുക്കേ ഗുണമുള്ളൂ. നമ്മളെ കാണാൻ ആയിരക്കണക്കിന് ആളുകൾ വരുന്നു. ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഒരു ASP ആയിട്ടോ സബ് കളക്ടറായിട്ടോ ഒക്കെ അവിടെ പോയിട്ട് നമ്മൾ ഭാഷ അറിയില്ലെങ്കിൽ പിന്നെ നാട്ടുകാർ 1-2 പ്രാവശ്യം വരും, പിന്നെ അവർ വരില്ല. ഞാൻ സാറിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, സാറ് ഞങ്ങൾ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നില്ല. അപ്പോൾ അവിടെ ഒരു പറച്ചിലുണ്ടാവും. അപ്പോൾ അത് നമ്മളൊരു പോപ്പുലാരിറ്റീനെ ബാധിക്കും. പിന്നെ ദാറ്റ് ന്യൂസ് വിൽ കം അപ്പ് ടു ട്രിവാൻഡ്രം. ഞാൻ അവിടെ ഇരിക്കുന്ന സബ് കളക്ടറോ ഇല്ലെങ്കിൽ ASP ഭാഷ അറിയില്ല. അപ്പോൾ ദാറ്റ് വിൽ പിന്നെ നമുക്ക് ഒരു ഭാവിയിൽ നമ്മൾ നല്ല പോസ്റ്റിംഗ് കിട്ടാൻ അത് ബാധിക്കും. കിട്ടില്ല. ഡിസ്കഷൻ ഉണ്ടാവും ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ക്യാബിനറ്റിലോ ഒക്കെ. അപ്പോൾ അവിടുത്തെ മിനിസ്റ്റർമാർ ചിലപ്പോൾ പറയും, അവിടെ ASP ഉണ്ടായിരുന്നു, ഇയാളുടെ മലയാളം നല്ലതല്ല, ഇവിടെ SP ആയിട്ട് പോസ്റ്റ് ചെയ്യണ്ട. അപ്പോൾ ഇതൊക്കെ അപകടങ്ങൾ കുറേ ഉണ്ട്. അതിനേക്കാൾ ഭേദം മലയാളം നന്നായിട്ട് പഠിക്കാനാണ് നല്ലത്. RS ആശാരി ഒരു പണ്ഡിതനായിരുന്നു ഇവിടെ നെടുമങ്ങാടിലോ, അദ്ദേഹമാണ് പഠിപ്പിച്ചത്. യെസ്. രാവിലെ ഒക്കെ അദ്ദേഹം കാര്യങ്ങൾ പഠിപ്പിക്കും, കുറേ ഹോംവർക്ക് തരും, ഞാനത് എഴുതും, പിന്നെ അടുത്ത ദിവസം കാണിക്കും. അങ്ങനെയാണ് പഠിച്ചത്. സുകുമാരൻ നായർ സർ ഞങ്ങളുടെ DIG ആയിരുന്നു, അദ്ദേഹമാണ് നിർബന്ധിച്ചത്. യു മസ്റ്റ് ലേൺ, അതർവൈസ് യു വിൽ നോട്ട് ഗെറ്റ് ഗുഡ് പോസ്റ്റിങ്സ്. നാട്ടുകാർ തകർന്ന മേളിൽ അവർക്ക് വിശ്വാസമുണ്ടാവില്ല. അത് പറഞ്ഞ് എൻ്റെ പുറകിൽ നടന്നിട്ടാണ് എന്നെ പഠിപ്പിച്ചത്. അത് ഐ വിൽ നെവർ ഫോർഗെറ്റ് ദാറ്റ്. സർവീസിൽ കയറിയപ്പോൾ ആദ്യത്തെ അന്വേഷിച്ച കേസ് ഞാൻ 1-2 സ്ഥലത്ത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ കഴക്കൂട്ടത്തിലുള്ള ഒരു പോലീസ് സ്റ്റേഷൻ അറ്റാച്ച്മെൻ്റ് ആയിരുന്നു അവിടെ. അന്നാണ് ഞാൻ ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലായത്. രാജസ്ഥാനിലൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല. പഠനത്തെ സംബന്ധിച്ച് ഇനിയും അവിടെ ഒരു 50% വരെ സാക്ഷരത അവിടെ എത്തിയുള്ളൂ. അപ്പോൾ അവിടെ ഒരു 2 കുടുംബ അംഗങ്ങളെ എന്തോ കടപ്പുറത്ത് എന്തോ വഴക്കുണ്ടായി. സബ് ഇൻസ്പെക്ടർ പോയി 2 കുടുംബ അംഗങ്ങളെ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വഴക്കുണ്ടാക്കുകയായിരുന്നു. അവരെ കൊണ്ടുവന്നു പിടിച്ചിട്ട്. അപ്പോൾ അന്ന് നമുക്ക് ഭാഷ അറിയില്ലല്ലോ, അന്ന് നമ്മൾ വന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വാട്ട് ഈസ് ദ മാറ്റർ? അപ്പോൾ സബ് ഇൻസ്പെക്ടർ പറയുകയാണ്, സാർ ഒരു സ്ത്രീ മറ്റേ സ്ത്രീയുടെ 2 സ്ത്രീയുടെ തമ്മിലുള്ള പ്രശ്നമായിരുന്നു. 25 ഒരു മോതിരം, ചെറിയൊരു 25 രൂപയുടെ മോതിരമേ ഉള്ളൂ. അന്ന് 25 87 25 പറഞ്ഞു വെച്ചാൽ ഒരു അത്ര ചെറിയ ഇല്ലെങ്കിലും കുറച്ച് വില ഉണ്ടായിരുന്നു. ആ പൈസ ആ മോതിരം മോഷ്ടിച്ചു അവർ തമ്മിൽ വഴക്കുണ്ടാക്കിയാണ്. ഞാൻ അത് 25 രൂപ ഒരു മോതിരത്തിൻ്റെ അത്ര വലിയ ബഹളം വേണോ? അല്ല സാർ, ആ സ്ത്രീ പറയുന്നത് ഈ മോതിരം എനിക്ക് ആ മോതിരം ഇപ്പോൾ കാണുന്നില്ല, അവർ മോഷ്ടിച്ച് കൊണ്ടുപോയി തോന്നുന്നു. എനിക്ക് നാളെ ഈ മോതിരം പണയം വെച്ചിട്ട് എൻ്റെ കുട്ടീൻ്റെ ഫീസ് നാളെ തരേണ്ടതായിരുന്നു. ഇപ്പോൾ എൻ്റെ കുട്ടി എങ്ങനെ സ്കൂളിൽ പോകും? അതാണ് സാർ പ്രശ്നം. അപ്പോൾ എനിക്ക് അതൊരു അത്ഭുതം പോലെ തോന്നി. അതുകൊണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടീൻ്റെ ഫീസ് ഇല്ലാതെ ആകുമ്പോൾ ഈ സ്ത്രീയുടെ ഈ സ്ത്രീയുടെ ഒരു സങ്കടം എനിക്ക് കാണേണ്ടതായിരുന്നു എല്ലാ ആളുകൾക്ക്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മറ്റേ ഉത്തരേന്ത്യയിലോ ഒക്കെ ഏത് സംസ്ഥാനത്തിൽ എങ്ങനെ വഴക്കുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇറ്റ് വാസ് എൻ ഐ ഓപ്പണർ. അപ്പോൾ സ്കൂളിൻ്റെ മഹത്വം എന്താണ്, ഇവിടെ ആളുകൾ അവരുടെ കുട്ടികളെ സ്കൂളിലാക്കാൻ എങ്ങനെ നിർബന്ധിക്കുന്നു, അത് എനിക്ക് അന്ന് ഓർമ്മയോടെ തന്നെ മനസ്സിലായി. വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. വെറുതെ അല്ല നമ്മൾ ഈ 100% ഒക്കെ ആളുകളെല്ലാം പഠിക്കാൻ തുടങ്ങിയത്. ഒത്തിരി കേസുകൾ നമുക്ക് ചെയ്യേണ്ടി വന്നു. നമുക്ക് ഫ്രീ ഹാൻഡ് ഉണ്ടായിരുന്നു. അഴിമതി, ഞാൻ ACB ബ്രാഞ്ചിലായിരുന്നു, ആൻറ്റി കറപ്ഷൻ ബ്യൂറോയിൽ. ഒത്തിരി കേസുകൾ ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു. അതിനകത്ത് അവിടെ ഈ അഴിമതിയൊക്കെ നോക്കുകയാണെങ്കിൽ
ഈ മഹാരാഷ്ട്ര അല്ലെങ്കിൽ ബോംബെൻ്റെ അഴിമതിയൊക്കെ ഒരു ചിന്തിക്കാൻ പോലെ പറ്റില്ല കേരളത്തിൽ, അവിടുത്തെ ലെവൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ആ അവസ്ഥ പിന്നെ കൂടുതൽ ചെയ്യുന്നത് ഈ നമ്മുടെ കുറേ ഓഫീസേഴ്സ് ഇത് കൂടുതൽ ചെയ്യുകയായിരുന്നു. കുറേ പൈസ വാങ്ങുക, നോക്കാൻ അവിടെ ആരുമില്ല. അതിന് മുമ്പ് കേസാറും അവരെടുത്തിട്ട് ഒന്നുമില്ല. അപ്പോൾ ഞാനവിടെ 4 വർഷം ഞാനുണ്ടായിരുന്നു, ഒരു 5 വർഷം, 4 വർഷം 9 മാസം. 400 കേസുകൾ, ട്രാപ്പുകളാണ് ഞങ്ങൾ ചെയ്തത്. 400 ട്രാപ്സ് ഇറ്റ്സ് എ റെക്കോർഡ്. ഇതുവരെ ഒരു ബ്രാഞ്ചിൽ മൊത്തം ഇന്ത്യ രാജ്യത്തിൽ അത്രയും ട്രാപ്പുകൾ കേസ് ആരും ചെയ്തിട്ടില്ല. പിന്നെ ഇന്ത്യൻ നമ്മുടെ ഭട്ടന്മാരുടെ ആർമിയുടെ സ്ഥലത്തിൽ ഇവന്മാർ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി. ആ ബിൽഡിങ്ങിലേക്ക് ആദർശ സ്കാമായിട്ട് ആ കേസ് ഞങ്ങൾ ചെയ്തു. ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചു, ഞങ്ങൾ അന്വേഷിച്ചു, ഞങ്ങൾ കോടതിയിൽ ചാർജ് കൊടുത്തു. അത് വലിയ കേസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കേസ് പ്രൂവ് ചെയ്യാൻ വലിയ പാടുപെട്ടു. ഇറ്റ് വാസ് ഹൈക്കോർട്ട് മോണിറ്റേർഡ് കേസായിരുന്നു. എല്ലാ മാസം ഞങ്ങൾ കോടതിയിൽ ഞങ്ങൾ കാര്യങ്ങൾ പറയുകയായിരുന്നു. പക്ഷേ കേസിൻ്റെ ചാർജ് ഷീറ്റൊക്കെ കൊടുത്തു. ട്രയലൊക്കെ എപ്പോഴും തുടങ്ങുമെന്ന് നമുക്കറിയില്ല. നമ്മൾ പണി ചെയ്തു. ഒത്തിരി അവിടെ ഈ അഴിമതിയുള്ള സ്ഥലത്തിലെ നമുക്ക് കൂടുതൽ ആളുകളെ പിടിക്കാൻ പറ്റുള്ളൂ. ആ രീതിയിലൊക്കെ ഇവിടെ അത്രയും അവിടുത്തെ സെറ്റപ്പ്, അവിടെ പോയി താമസിച്ചിട്ട് അവിടെ താമസിച്ചാലേ മനസ്സിലാവുള്ളൂ അവിടുത്തെ കാര്യങ്ങൾ. ഇല്ല, അത് വെറുതെ ആരും വിളിച്ചിട്ടില്ല, ഒരു ഭീഷണിയും ഇല്ല, ചുമ്മാ പറയുകയാണ്. അങ്ങനെ ഒന്നും ഇന്ത്യ രാജ്യത്തിൽ ആ അവസ്ഥ ഒന്നും വന്നിട്ടൊന്നുമില്ല. ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നിട്ട് അവിടുത്തെ കുറേ രാഷ്ട്രീയക്കാർക്ക് അവരായിട്ടൊക്കെ കേസ് എടുത്തിട്ടും ഒരു മനുഷ്യന് ഒരു ഫോൺ പോലും ഒന്നുമില്ല. ഇതുവരെ ഒന്നുമില്ല, വെറുതെ പറയുക. ഇനി ആരും ഇങ്ങനെ ജോലി കേരളത്തിൽ തീരെയില്ല. അവിടെ ഉണ്ടാവുകയാണെങ്കിലും സാധ്യത. ഈവൻ എൻ്റെ കൂടുതലുള്ള ആളുകൾ ബീഹാർ, ജാർഖണ്ഡിലും ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ മുതിർന്ന രാഷ്ട്രീയക്കാർ അവരായിട്ട് കേസെടുക്കുമ്പോൾ അവർക്ക് അവരായിട്ടും ഒരു ഭീഷണിയൊന്നുമില്ല. നമ്മൾ കേട്ടിട്ടില്ല. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സിബിഐയിൽ ജോലി ചെയ്യുന്ന ആളുകൾ പറയുകയായിരുന്നല്ലോ, അങ്ങനെ ഒന്നുമില്ല. ഒരിക്കലും ഇല്ല. പ്രഷർ എത്രയാണെന്ന് അത് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ us ഹൗ മച്ച് വി ടേക്ക്. നമ്മൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ചെയ്യണ്ട. ഇവിടെ ഒന്നെല്ലാം ഇവിടെ ഈ നാട്ടുകാരുടെ സാക്ഷരരായ പോലെ രാഷ്ട്രീയക്കാരും എല്ലാം സാക്ഷരരായ ആളുകളാണ്. അവരും പഠിച്ചവരാണ്. അവർക്കും കാര്യങ്ങൾ അറിയാം. ഒരു ഓഫീസറിനെ എങ്ങനെ ജോലി ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് അറിയാം. ഇതിൻ്റെ കാര്യം അറിയിക്കാൻ, അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഇവിടെ ഉണ്ട്. ആരും വഴക്കൊന്നും ചെയ്യുമൊന്നുമില്ല, ആരും വിളിക്കുന്ന പോലുമില്ല. നെവർ, ഇറ്റ് ഹാസ് നെവർ ഹാപ്പൺ. ജയിലിപ്പോൾ ഒരുപാട് മാറി. ജയിലുകളിൽ പേര് തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ജയിൽ മാത്രമല്ല, കറക്ഷണൽ സർവീസും കൂടിയാണ്. വന്നയാളെ വെറുതെ വെച്ചിട്ട് എൻ്റെ കാര്യം. ഒരാൾ 5 വർഷമുണ്ടാവും, 10 വർഷമുണ്ടാവും, 20 വർഷമുണ്ടാവും, 30 വർഷം വരെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു പ്രയോജനപ്പെടുത്തണ്ടേ അവരുടെ ഈ ആൾക്ക് ഒരു ബോറടിക്കില്ല. ഏറോട് പണിയെടുത്തോളും. പണിയെടുക്കുമ്പോൾ അവർക്ക് പൈസയും കിട്ടുന്നുണ്ട്. ഒരു 10,000 മുതൽ 13,000 രൂപ വരെ അവർക്ക് ഒരു മാസത്തിൽ സമ്പാദിക്കാം. ആൾ ജയിലിൽ വന്നാൽ കുടുംബത്തിൻ്റെ കാര്യം നോക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് സംശയമൊന്നും വേണ്ട. ഇന്ത്യ രാജ്യത്തിൽ അങ്ങനെയാണ്. കേരളമായാലും രാജസ്ഥാനായാലും മറ്റും കുടുംബത്തിന് ഒരാൾ ജയിലിൽ പോയാൽ പിന്നെ ഈ കുടുംബത്തിനെ നോക്കാൻ ആരും ഉണ്ടാവില്ല മിക്കവാറും. അപ്പോൾ രാവിലത്തെ പൈസ വേണ്ടേ? കുട്ടികളും ഉണ്ടാവും, സ്കൂളിൽ പോകാനുള്ള ഫീസ്, വീട്ടിലും ഈ ഭാര്യയൊക്കെ എന്തെങ്കിലും വേണമല്ലോ. 90% കേസുകളിൽ ഈ ജയിലിൽ കിടക്കുന്ന ആളുകളുടെ ഭാര്യമാർ ജോലിയൊന്നും ചെയ്യില്ല. അപ്പോൾ അവർക്ക് ആകെ ഈ 10,000 രൂപ കൊണ്ടുള്ള ആശ്രമേ ഉള്ളൂ. ഞങ്ങൾ പൈസ കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ ഇവിടെ ജയിലിൽ കിടക്കുന്ന എല്ലാ ആളുകൾക്കും ഒരു അക്കൗണ്ട് ആയിട്ടുണ്ട്. ആ പൈസ അക്കൗണ്ടിൽ ഇടുകയാണ്. അക്കൗണ്ടിൽ ഒരു ദിവസം താമസമുണ്ടായാലും ഭാര്യമാർ വിളിക്കുമെന്നെ, സാർ പൈസ അക്കൗണ്ടിന് വന്നില്ലല്ലോ. അപ്പോൾ പൈസ തന്നെ ആവശ്യം അവിടെ ഉണ്ട്. അപ്പോൾ ഇത് പൈസ ഉണ്ടാക്കാനുള്ള ഒരു പൈസ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം നമ്മളുണ്ടാകും. കേരള ഗവൺമെൻറ് പൈസ കൊടുത്തു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും പൈസ കൊടുക്കുന്നുണ്ട്. എത്ര
ഈ കാഫറ്റേരിയ, ഈ ചപ്പാത്തി മേക്കിംഗ് യൂണിറ്റ്, ഷർട്ട് മേക്കിംഗ്, ഷൂ മേക്കിംഗ്, ഫർണിച്ചർ മേക്കിംഗ്, പാത്രങ്ങൾ ഉണ്ടാക്കുക, ഇപ്പോൾ മാസ്ക് ഉണ്ടാക്കി 20 ലക്ഷം, സാനിറ്റൈസർ ഉണ്ടാക്കി 50,000 ലിറ്റർ, ഈ ഹാൻഡിക്രാഫ്റ്റ്സ്, ഈ നെട്ടിപ്പട്ടമൊക്കെ, കുട, സോപ്പ്, മെഴുകുതിരി, ക്യാൻഡൽ, ഇല്ലാത്ത ഒന്നുമില്ല ജയിലിലെ. ഇപ്പോൾ അവസാനത്തെ ഇപ്പോൾ ഹവായ് ചപ്പലും തുടങ്ങി. ഹവായ് ചപ്പലിൻ്റെ നിർമ്മാണം രാവിലെ ചെയ്യുമ്പോൾ വൈകുന്നേരം വരെ പോവുകയാണ് ആളുകൾ, ആ കമ്പനിക്കാരെടുത്ത് കൊണ്ടുപോവുക. വെറും 1 ലക്ഷം രൂപേൻ്റെ പ്രോജക്റ്റ്, 1 ലക്ഷം രൂപേൻ്റെ മെഷീനാണ് ഇപ്പോൾ എല്ലാ ജയിലിൽ ഫിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. ചപ്പാത്തി 5 lakhs എവറി ഡേ, 2 ലക്ഷം ഇവിടെ തിരുവനന്തപുരത്തിന് മാത്രം പെർ ഡേ. ചപ്പാത്തി കിട്ടാന്ന് പറയുന്നത് കോടികളാണ്. ഇപ്പോൾ നമ്മുടെ ഒരു വർഷത്തിൽ ഒരു 10, 40, 50 കോടി രൂപയുടെ ബിസിനസ്സാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. യെസ്. ആ കാഫറ്റേരിയ ഇവിടെ, അതിലെ കാഫറ്റേരിയ നടത്തുക, ആഹാരം ഉണ്ടാക്കുക, സെർവ് ചെയ്യുക, പൈസ എടുക്കുക, കൗണ്ടറിൽ ഇരിക്കുക, എല്ലാം അന്തേവാസികൾ. അപ്പോൾ അവർക്ക് ആ സലൂൺ, ഈ സലൂണിന് ജോലി ചെയ്യുന്ന മുടി വെട്ടുകാരൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ എന്തോ ഒരു സാഹചര്യത്തിൽ മുടി വെട്ടുകാരൻ ഇവിടെ പ്രതിയായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ആരും മുടി വെട്ടും? അപ്പോൾ ആളുകളെ ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ കുറേ ആൾ ഇതിൻ്റെ ഇൻട്രസ്റ്റ് അത്യാവശ്യം. ഞങ്ങൾ നേരത്തെ ഞങ്ങൾ ബാർബറൊന്നുമല്ല, പക്ഷെ ഞങ്ങൾ പഠിക്കാം. അവന് 3 മാസം ട്രെയിനിങ് കൊടുത്തു. നന്നായിട്ട് നിങ്ങൾ പോകുന്ന വഴിക്ക് അവിടെ പോയി നോക്കിയിട്ട് പോയാൽ മതി. അവൻ നന്നായിട്ട് മുടി വെട്ടുന്നുണ്ട്, അവർക്ക് ആ പൈസ കിട്ടുന്നു, അവർക്കാണ്. അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോയാൽ മതിയായിരുന്നു, പോയിട്ട് ഞങ്ങൾ ഒരു ബാർബർ ഷോപ്പ് നാട്ടിൽ പോയി തുടങ്ങണമെന്ന്. അവർ ഉഷാറായി. 1-2 ബംഗാളികളുണ്ട്. നിയർലി 50 crores. ഓ യെസ്, ഒരു സംശയം വേണ്ട. കഫറ്റേരിയ നല്ല ബിസിനസ്. ഒരു ദിവസം ഇയാളെന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കുകയാണ് 60,000 70,000 രൂപ സാറിന് ഒരു ദിവസത്തേക്കാണ് ഇൻകം. പെട്രോൾ പമ്പ് 10 lakhs rupees വരെ, 6 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ ഒരു ദിവസം കാണുക. പിന്നെ ഈ പെട്രോൾ പമ്പിൻ്റെ ഭൂമി നമ്മുടെ ആയതുകൊണ്ട് 2 ലക്ഷം രൂപ വെറും IOC-കാർ ഞങ്ങളെ വാടക കൊടുക്കുന്നത്. അത് വരെ 3, 4 ഇവിടെ തിരുവനന്തപുരം, വിയൂർ, കണ്ണൂർ, ചിമേനി 2 വേറെ സ്ഥലത്ത് തുടങ്ങാൻ പോകുന്നു. കാക്കനാട് ജയിൽ, ജില്ലാ ജയിൽ, എറണാകുളം, പിന്നെ ആട്ടക്കുളങ്ങര ചെറിയ പെട്രോൾ പമ്പ്. സ്ഥലം കുറവായതുകൊണ്ട് അതും സ്ത്രീകളായിരിക്കും. ആദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീകളായിരിക്കും അവരുടെ തുടങ്ങാൻ പോകുന്നത്. ഇപ്പോൾ ആ ഓർഡർ ഇപ്പോൾ ഇന്നോ നാളെയോ കിട്ടും. ഗവൺമെൻറ് ഹാസ് അഗ്രീഡ്. നേരത്തെ ഗവൺമെൻറ് അഗ്രി ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞത് അത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ്. ആ സ്ത്രീകൾ അന്തേവാസികളാണ് ഇത് നടത്താൻ പോകുന്നത്. പിന്നെ സ്ഥലം കുറവായതുകൊണ്ട് വലിയ വാഹനം വേണ്ട, 2 വീലേഴ്സ് 4 വീലേഴ്സ് മാത്രം മതി. സാങ്ഷൻ വന്നു, 2 വീലർ 4 വീലർ മാത്രം. പക്ഷെ ഭയങ്കര ഏറ്റവും കൂടുതൽ പെട്രോളിൻ്റെ സെയിൽ അവിടെ ഉണ്ടാക്കാൻ പോകുന്നു ഈസ്റ്റ് ഫോർട്ടിലാണ്. തൊട്ടടുത്ത ഈസ്റ്റ് ഫോർട്ടിൽ പെട്രോൾ പമ്പൊന്നുമില്ല. യെസ്. കൺട്രോളിങ് IOC, അതും നമ്മളാണ്. ഞങ്ങളുടെ ഓഫീസേഴ്സ്, ഞങ്ങൾ ഒരു സ്റ്റാഫ് വെച്ചിട്ടുണ്ട് അവിടെ. ജയിൽ സ്റ്റാഫാണ്. ജയിൽ സ്റ്റാഫിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ 2 rank 1 star 2 star ഓഫീസേഴ്സ് ഉണ്ട് അവിടെ. യെസ്.